ചികിത്സയിൽ തുടരുന്ന ഉമാ തോമസ് എം.എൽ.എയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ശ്വാസകോശത്തിന്റെ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വെന്റിലേറ്റർ സഹായം തുടരാനാണ് തീരുമാനമെന്നും ഡോക്ടർമാർ പറഞ്ഞു. Day 3 ആണ് മാഡം അഡ്മിറ്റായിട്ട്. ഹാപ്പി ന്യൂ ഇയർ. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ന് മാഡത്തിൻ്റെ വായയെന്ന് വന്നതാണ് ഹാപ്പി ന്യൂ ഇയർ. ഷീ വിഷ്ഡ് ഹാപ്പി ന്യൂ ഇയർ ടുഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ സംസാരമല്ല, വിസ്പറിംഗ് ആയിരുന്നു, മംബ്ലിംഗ്. ഹാപ്പി ന്യൂ ഇയർ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മക്കളോടാണ് ആദ്യം പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ. സോ ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. ബ്രെയിനിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പുരോഗതി ഉണ്ട്. ആൻഡ് നമുക്ക് ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, ലങ്സിനകത്ത്. അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേയും കൂടി ക്ലിയർ ആയിട്ടുണ്ട്, ബെറ്ററാണ്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ നമുക്ക് അഗ്രസീവായിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഷീസ് ഇപ്പോൾ ആകെ വാട്ട് ഷീ സേസ് ഇസ് പെയിൻ ഉണ്ടെന്നുള്ളതാണ്. തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, എങ്ങനെയാണ് കാര്യങ്ങൾ ഡോക്ടർമാർ വിശദീകരിച്ചത്? ഷമ്മി, രാവിലെ 9 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷമാണ് പിന്നീട് 10:30 ഡോക്ടർമാർ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും തൽക്കാലത്തേക്ക് വെന്റിലേറ്റർ സഹായം തുടരാനാണ് തീരുമാനം. പക്ഷേ വെന്റിലേറ്റർ പൂർണ്ണമായും വെന്റിലേറ്ററിലല്ല ശ്വസിക്കുന്നത് എം.എൽ.എ. കാരണം അതിന് വെന്റിലേറ്റർ തുടരാനുള്ളൊരു പ്രധാന കാരണം കൂടി അവർ സൂചിപ്പിക്കുകയും ചെയ്തു. ഈ വാരിയലിനേറ്റ പരിക്കുമായി ബന്ധപ്പെട്ട വേദനയുള്ളതിനാൽ പൂർണ്ണമായും സ്വന്തമായി ശ്വസിക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ ആ വേദന കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടവിട്ട് ഭാഗികമായി വെന്റിലേറ്റർ സഹായവും അല്ലാത്ത കുറേ സമയം സ്വയമേവ ശ്വസിക്കാനുമുള്ള രീതിയിലുള്ളൊരു ക്രമീകരണമാണ് വെന്റിലേറ്ററിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നേരത്തെ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നതിൽ നിന്നും വെന്റിലേറ്ററിൻ്റെ സഹായം ഒരു പകുതിയോളമായി കുറച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് തുടരുന്നത്. എന്തായാലും 1-2 ദിവസം കൂടി വെന്റിലേറ്റർ സഹായം തുടരാനാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ തീരുമാനം. വളരെ വേഗം തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമവും നടത്തുന്നുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആശാവഹമായ ഒരു വാക്കുകളാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും പുതുവർഷ ദിനത്തിൽ രാവിലെ തന്നെ ഉണ്ടായത്. വലിയ പ്രതീക്ഷയുണ്ട്. ഇതിനിടെ ഈ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 2 കേസുകളുണ്ട്. ഒന്ന് സുരക്ഷാ വീഴ്ചയിൽ, നൃത്ത പരിപാടി സംഘടിപ്പിച്ചതിൽ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേടിന് മറ്റൊരു കേസും എടുത്തിട്ടുണ്ട്. കുട്ടികളുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് കേസ്. ഇതിനിടെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസും എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷിക്കും. 5 പേരെ പ്രതികളാക്കിയാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രധാനമായും ഇന്ന് ഡോക്ടർമാർ പറഞ്ഞത്. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.